ഇവിടെ വരെയുള്ള വെള്ളം ഇവിടെ ഉണ്ടോ ഇത്ര ഉണ്ടായിരുന്നു. ഇവിടെ വരെയുള്ള വെള്ളം ഞാൻ ഇത്ര വരെ കുടിച്ചു. ഞാൻ സൗണ്ട് കുറച്ച് പറയുന്നത് ഇവിടെ എല്ലാവരും ഉറങ്ങാം. എല്ലാവരും രണ്ടാൾക്കാർ ഇന്നലെ ജോലിക്ക് പോവാൻ സൺഡേ ആയിട്ട് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് വരുന്നത് നൈറ്റ് ഷിഫ്റ്റാണ് അല്ലേ? ഇപ്പം അല്ലായിരുന്നു പാവൻ്റെ കുട്ടി രാത്രി ഉറക്കം വിളിച്ചു ഉറങ്ങാതെ ഇരുന്ന്. അതെ, ഫോണെല്ലാം ചത്തുപോയി. ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. നഴ്സാണ് ഗൈസ്, നഴ്സ്. ഹസ്ബൻഡിന്റെ വിസയും കാത്തു നിൽക്കുന്നത് പാവം. ഒരാള് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത ആള് ജോലിക്ക് പോവുകയാണ് ഗൈസ്. ഇതെന്താ ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്? ഫ്രിഡ്ജ് കണ്ടോ ഫുള്ള്. ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറ, ഞാൻ എടുത്തു തരാം. ടിഫിൻ ബോക്സ് എടുക്കാം. ടാറ്റാ. നമുക്ക് ഇന്നത്തെ രാവിലെ എല്ലാപ്പോഴും ഞാനിതൊന്നല്ല കഴിക്കുന്നത്, പക്ഷെ ഇപ്പം രാവിലെ ഞാനെന്താ കഴിക്കുന്നത് ഞാൻ കാണിച്ചു. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. സ്ട്രോബെറി ഉണ്ട്, ഓഫറിന് കിട്ടിയത്, ഓഫർ പ്രൈസിന്. സ്ട്രോബെറി ഉണ്ട്, ചിയ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്. ബൈ ബൈ. ചിയ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, യോഗട്ട് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതേ. നമുക്കിത് ഉണ്ടാക്കാം. അപ്പം ഞാൻ കാണിച്ചു. ഇത് ആദ്യം സ്ട്രോബെറി കഴുകട്ടെ. എന്നിട്ട് സ്ട്രോബെറി കഴുകിയിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചതാ. ഇത് കണ്ടോ, ഇന്നലെ വാങ്ങിയതാ. ഇത് കണ്ടോ, ഇത് ചീത്തയായി. ഒന്ന് ചീത്തയായാൽ മതി, എല്ലാം ചീത്തയാവും. കട്ട് ചെയ്തെടുക്കാം. ഒരു ഭാഗം മാത്രം എന്തോ ഞമ്മളങ്ങൾ. രണ്ട് സോങ്ങാണ്. ഇതാണ് ശ്രീനാരായണ ഗുരു. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസംഗം, ഈ സ്പീച്ച്, ശ്രീനാരായണ ഗുരുവിൻ്റെ സ്പീച്ച്, പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്ലോകങ്ങൾ, അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ കുറേ പരിപാടി ഉണ്ടാവും ശ്രീനാരായണ ഗുരുവിൻ്റെ. ആ സമയത്തിന് നമ്മൾ പാടാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന പാട്ടാണ് ഇത്. പിന്നെ പണ്ട് അങ്ങനെ പഠിക്കുമ്പം പാടിയത് ദൈവമേ കാത്തു കൊള്ളുകന്ന് കൈവിടാതിങ്ങനെ. അത് അതിൻ്റെ ട്യൂൺ ഇങ്ങനെയൊന്നും നമുക്ക് ഓർമ്മയില്ല. ഇങ്ങനെയോ ടീച്ചർ പഠിപ്പിച്ചാൽ മതി. ഇല്ലത്തെ സ്കൂളിൽ ശോഭ ടീച്ചർ പഠിച്ചത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പിന്നെ ഏതാണപ്പാ? അങ്ങനെ കുറേ ഉണ്ട് പാട്ടല്ല, ശ്ലോകങ്ങൾ, കൃതികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ എന്നല്ലേ, അങ്ങനെയല്ലേ? അങ്ങനെയാ തോന്നുന്നു. ഈ സ്റ്റോവ് എനിക്കൊന്ന് എന്തായാലും ഇന്നെടുത്ത് നന്നായില്ല, ചീത്തയാവും. ഇപ്പൊ കുറെ ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇത് ഞാൻ ഇങ്ങനത്തെ കുറച്ച് വൃത്തിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനത്തെ കാര്യത്തിൽ. അപ്പൊ എനിക്ക് ഇതിങ്ങനെ കുറേ നല്ലോണം കഴുകണം. അപ്പോൾ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഫുള്ളൊന്നും ഇത് വീഡിയോ എടുത്തിട്ട് ഇടുവൊന്നുമില്ല. ഒന്നാം കാര്യം എനിക്കിങ്ങനെ കുറേ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒരു മടിയാണ്. എന്നൊക്കെ ഇങ്ങനെ ഇഷ്ടമാവില്ലയോ? ഞാൻ ചില ആൾക്കാർ കളിയാക്കി മാത്രം ജനിച്ച ആൾക്കാരും കുറ്റം പറയാൻ മാത്രം ജനിച്ച ആൾക്കാരും ഇല്ല ഈ ലോകത്ത്. നമ്മൾ എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും മോശം ചെയ്താലും പ്രശ്നം തന്നെയാണ്. ഇവിടെ ഇപ്പം ഭയങ്കരമായ യുദ്ധം നടക്കുക. ഒരു യുദ്ധം ഉണ്ടായാൽ തീർന്നല്ലേ ലൈഫ്. നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ
എന്നിട്ട് ആൾക്കാർ എന്താ ഇങ്ങനെ ഒരുമാതിരി എന്തെങ്കിലും ആവട്ടെ, നമ്മളവർ നോക്കാം. നമ്മളെന്തിനാ മറ്റുള്ളവരായിട്ട് നോക്കും? അവിടെ നിന്ന് പറയുന്ന ആൾക്കാർ പറയട്ടെ എന്ന് വിചാരിച്ചാൽ മതിയല്ലോ. അല്ല, ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. പറയുന്ന ആൾക്കാർ പറയട്ടെ. ഞാൻ അനുഭവിക്കുന്നത് അല്ലെ, ഞാൻ സന്തോഷിക്കുന്നതായാലും ഞാൻ സങ്കടപ്പെടുന്നതായാലും ഞാൻ കരയുന്നതായാലും ഞാൻ ചിരിക്കുന്നതായാലും ഞാൻ മാത്രമല്ലേ കാണുന്നില്ലൂ. എൻ്റെ ഉള്ളിലെ സങ്കടവും എൻ്റെ ഉള്ളിലെ എന്തൊക്കെയാണെങ്കിലും എനിക്ക് മാത്രമേ അറിയാവൂ. ഞാൻ എന്തിനാ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നു? അല്ലെ ഞാൻ എന്തിനാ മറ്റുള്ളവരോട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു? അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. സോ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് തീർക്കുക. സന്തോഷിച്ച് ആഹ്ലാദിച്ച് കൂടെ ഉള്ളവർ കൂടെ നിൽക്കട്ടെ. കൂടെ നിൽക്കണ്ട, എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നത് തോന്നുന്ന ആൾക്കാർ പൊട്ടെ, കൂടെ നിൽക്കണ്ട ഗൈസ്. അങ്ങനെ നമ്മൾ പണി ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ യോഗയ്ക്ക് തന്നെ ഈ സംഭവങ്ങളെല്ലാം ഇടും. ഭയങ്കര ഇഷ്ടമായി പാട്ട്. നല്ല ഐസ്ക്രീം പോലെയല്ലേ ആണ്? ഐസ്ക്രീം അല്ല. ഇനി സംഭവങ്ങൾ എടുട്ടെ. സംഭവം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ഹണിയെല്ലാം ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇട്ടത് ഫ്ലാക്സ് സീഡ്സ്. അടുത്തത് ചിയ സീഡ്സ്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇതിടും, ഓട്സ്. തീർന്ന് കുറച്ചേയുള്ളൂ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ സംഭവം അങ്ങ് റെഡിയായി. ഇനി ഇത് ഞാനിങ്ങനെ അടച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. ഞാൻ ഈ കപ്പ് എടുത്തിട്ട് എവിടെയോ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവല്ലേ. ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടാണ്, പക്ഷെ നമ്മുടെ ബബി നമുക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. കപ്പ് ഉണ്ടോ? ഹാപ്പി സ്മൈൽ. ബബീൻ്റെ വക ഹോർലിക്സ്. ഹോർലിക്സ് ചായ. ഞാൻ വെച്ച് ഹോർലിക്സ് മാത്രമല്ല, ഇവിടെ നിന്ന് കുത്തി പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ചായപ്പൊടി ഇട്ടോ? ചായ ഹോർലിക്സ് ടീ ആണ്. വെറൈറ്റി. ആരാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തത്? ഇയാളൊന്ന് സ്റ്റൈല് നോക്കും. വെച്ച് ഞാനിങ്ങനെ ഇതാണ് ഗൈസ് ഹോർലിക്സ് ടീ. നിങ്ങൾക്ക് കുറച്ച് കുറച്ചൊന്നും ഹോർലിക്സിന്റെ രുചി എനിക്ക് നന്നായിട്ട് കിട്ടും. മതി അപ്പം കാട് ഇളക്കല്ലേ? ഇളക്കുകയാണ് ഗൈസ്, ഇളക്കുകയാണ്. ഇളക്കി കളക്കാം, നല്ലോണം ഇളക്കിക്കോളും. എന്നിട്ട് ഹോർലിക്സ് നല്ലോണം പിടിക്കട്ടെ. ദോശ. നിങ്ങൾ ദോശ ഉണ്ടാക്കണം ഇപ്പൊ? താങ്ക് യു. കുറച്ചൊന്ന് തണിയട്ടെ. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 2-3 മണിക്കൂർ അതിനോട് ഉറങ്ങിപ്പോയി. ഗൈസ് നമ്മൾ എവിടെ പോണേ? അല്ല, മിറാക്കിൾ ഗാർഡൻ.
ഞാൻ മാറ്റി, ഇവള് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ഉടുപ്പ ഉടുപ്പ് ഉടുപ്പ്. നല്ല രസമുണ്ട്. നമ്മൾ എങ്ങനെ ഗൈസ്, നമ്മൾ മിറാക്കിൾ ഗാർഡനിലേക്ക് പോവുകയാണ് ഗൈസ്. വിഷ്ണു